രാജാക്കന്മാരുടെ രാജാവേ, നിന്റെ രാജ്യം വരേണമേ. നേതാക്കന്മാരുടെ നേതാവേ, നിന്റെ നന്മ നിറയേണമേ. കാലം കാതോർത്തിരിക്കുന്നവിടുത്തെ കാലൊച്ച കേട്ടു ഞങ്ങൾ. കാലം കാതോർത്തിരിക്കുന്നവിടുത്തെ കാലൊച്ച കേട്ടു ഞങ്ങൾ. കാലൊച്ച കേട്ടു ഞങ്ങൾ. രാജാക്കന്മാരുടെ രാജാവേ, നിന്റെ രാജ്യം വരേണമേ. നേതാക്കന്മാരുടെ നേതാവേ, നിന്റെ നന്മ നിറയേണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ. കൊല്ലപ്പെട്ട കുഞ്ഞാട് ശക്തിയും ദിവ്യത്വവും ജ്ഞാനവും ആധിപത്യവും ബഹുമാനവും സ്വീകരിക്കുവാൻ യോഗ്യനാണ്. അവിടത്തേക്ക് മഹത്വവും പ്രതാപവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവിൽ സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് നമ്മള് സർവ്വലോകരാജനായ രാജാതിരാജനായ കർത്താവിൻ്റെ രാജത്വ തിരുനാള് നമ്മളിന്ന് ആഘോഷം കൊണ്ടാടുകയാണ്. വർഷങ്ങൾക്ക് മുൻപ് ഇന്ന് ക്രിസ്തുരാജ റാലിയും ആഘോഷമായ സമ്മേളനങ്ങളൊക്കെ നമ്മൾ പരേഡ് ഗ്രൗണ്ടിലും ഒക്കെ നടത്തിയിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് നമ്മളിന്ന് കോവിഡ് എന്ന സാംക്രമിക രോഗത്തിൻ്റെ പശ്ചാത്തലത്തിലായിരിക്കുമ്പോഴൊക്കെ നമ്മുടെ ആഘോഷങ്ങളെല്ലാം നമ്മൾ ചുരുക്കി വളരെ കർത്താവിന് പ്രിയപ്പെട്ടതായിട്ട് വളരെ സിമ്പിളായിട്ട് ആണ് ഈ ആഘോഷം നടത്തുക. അപ്പം നമ്മൾ യേശുക്രിസ്തുവിനെ രാജാതിരാജനായിട്ട് സംബോധന ചെയ്യുന്നെങ്കിലും ക്രിസ്തു ഒരിക്കലും രാജാവാണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പം അങ്ങനെ പറയാനായിട്ട് ജനങ്ങൾ ഒരുങ്ങുമ്പോഴൊക്കെ യേശു അവിടെ നിന്ന് സ്ഥലം വിടുകയായിരുന്നു പതിവ്. അപ്പം അത് യേശുക്രിസ്തു 5 അപ്പം കൊണ്ട് 5000 പേരിൽ കൂടുതൽ പേർക്ക് ആഹാരവും മീനും അപ്പവും എല്ലാം കൊടുത്ത സമയത്ത് ജനങ്ങളുടെ ഇടയിൽ സംസാരമുണ്ടായി, ഇവന് പിടിച്ച് രാജാവാക്കാനായിട്ട്. അപ്പം ഇവൻ്റെ കൂടെ നടന്നാൽ ഭക്ഷണത്തിന് ദാരിദ്ര്യം ഉണ്ടാകുകയില്ല എന്ന് ആളുകൾ മനസ്സിലാക്കുകയാണ്. അപ്പം ഇത് മനസ്സിലാക്കി ഈശോ അവിടെ നിന്ന് രഹസ്യമായിട്ട് പൊയ്ക്കളയുകയാണ്. അപ്പം അങ്ങനെ ഒരു രാജാവാകാൻ ഈശോ ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല. ക്രിസ്തു ഇന്ന് നമ്മൾ സുവിശേഷ ഭാഗത്ത് മത്തായിയുടെ സുവിശേഷത്തിൽ 25-ാം അധ്യായത്തിൽ 3-ാമത്തെ ഉപമയാണ്. അന്ത്യവിധി എന്നാണ് മത്തായിയുടെ സുവിശേഷത്തിലെ ആ ഭാഗത്ത് കൊടുത്തിരിക്കുന്ന ചെറിയ ഹെഡ്ലൈൻ, അന്ത്യവിധി. രാജാതിരാജനായ കർത്താവിൻ്റെ മുമ്പിൽ ജനങ്ങളൊക്കെ ഹാജരാക്കപ്പെടുന്നു. അപ്പോൾ ജനങ്ങൾ ചെയ്ത നന്മയുടെയും തിന്മയുടെയും പശ്ചാത്തലത്തിൽ രാജാതിരാജനായ ജഡ്ജി വിധി പ്രസ്താവിക്കുന്ന ഭാഗമാണ്.
ഈ വിധി പ്രസ്താവിക്കുന്ന സമയത്ത് വലത്തുവശത്തിരിക്കുന്നവരെ നല്ലവരെന്ന് കരുതി അവരെ അഭിനന്ദിക്കുകയും ഇടതുവശത്ത് നിൽക്കുന്നവരെ മോശക്കാരെന്ന് കരുതി അവരോട് വഴക്കിടുകയും ചെയ്യുമ്പോൾ അവിടെ വിധി പ്രസ്താവിക്കുന്ന വരികൾക്കിടയ്ക്ക് ഒരു കൂട്ടരെ ആണ് യേശു സ്വാഗതം ചെയ്യുക. ഈ വലതുവശത്ത് നിൽക്കുന്നവരും ഇടതുവശത്ത് നിൽക്കുന്നവരുമല്ല, മൂന്നാമതൊരു കൂട്ടരുണ്ട്. അവർക്കാണ് സ്വർഗരാജ്യം എന്നാണ് യേശു പറയുക. അപ്പോൾ വലതുവശത്ത് നിൽക്കുന്നവരും ഇടതുവശത്ത് നിൽക്കുന്നവരുമല്ല, ജീവിതത്തിൽ മറ്റുള്ളവരോട് കരുണ കാണിച്ചിട്ടുള്ളവർ, അത്യാവശ്യ സമയത്ത് അവർക്ക് ഉപകാരം ചെയ്തവർ, അവരെയാണ് ഈശോ അഭിനന്ദിക്കുക. അവർക്കായിട്ടാണ് സ്വർഗരാജ്യം തുറന്നു കൊടുക്കുക. അപ്പോൾ അന്ത്യവിധി പ്രഖ്യാപിക്കുന്ന ഒരു ജഡ്ജി, ഇപ്പം നമ്മൾ സുപ്രീം കോടതിയിലെ ജഡ്ജിയെ പറ്റി ചിന്തിക്കുമ്പോൾ അദ്ദേഹം ഇന്ത്യയിലുള്ള വ്യവസ്ഥാപിതമായ നിയമങ്ങൾക്ക് ആ നിയമങ്ങൾ വ്യാഖ്യാനിച്ചുകൊണ്ടായിരിക്കും ഒരു കുറ്റവാളിയെ അദ്ദേഹം ശിക്ഷിക്കുക. ഇവിടെ ക്രിസ്തു വിധിക്കുക ഒരു രാജ്യത്തിൻ്റെയും ലോകത്തിൻ്റെയും നിയമങ്ങൾക്ക് അനുസരണമല്ല, പശ്ചാത്തലത്തിലല്ല. ഈശോ ഓരോ മനുഷ്യൻ്റെയും മനസാക്ഷിയെയാണ് വിധി പ്രസ്താവിക്കുവാനായിട്ട് എടുക്കുക. ഒത്തിരി സമ്പത്തുണ്ടായിരുന്നത് കൊണ്ടോ ദാരിദ്ര്യം അനുഭവിച്ചത് കൊണ്ടോ അല്ല ഈശോ വിധിക്കുക. നിങ്ങളിൽ കരുണയുണ്ടായിരിക്കണം. കരുണയുള്ളവരെയാണ് ഈശോ സ്വർഗരാജ്യത്തിലേക്ക് ക്ഷണിക്കുക. അപ്പം അതിന് ഒത്തിരി കാര്യങ്ങൾ ഈശോ പറയുന്നു. ഞാൻ വിശക്കുന്നവനും ദാഹിക്കുന്നവനും നഗ്നനും രോഗിയും കാരാഗൃഹവാസിയും ഒന്നുമില്ലാത്തവനുമായിട്ട് നിങ്ങളെ സമീപിച്ചപ്പോൾ ഞാനാണ് നിങ്ങളെ സമീപിച്ചത്. നിങ്ങൾ എനിക്ക് നൽകിയ അവർക്ക് കൊടുത്തപ്പോൾ എനിക്ക് നൽകി, കൊടുക്കാതിരുന്നപ്പോൾ എനിക്ക് തരാതിരുന്നു. അപ്പോൾ ആ കരുണയും നീതിയും സ്നേഹവും ഒക്കെ, അല്ലെങ്കിൽ നമ്മൾ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ പച്ച മനുഷ്യത്വമുള്ളവരായി ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോഴാണ് അതിൻ്റെ അടിത്തറ സ്വർഗരാജ്യ പ്രവേശനമായിട്ട് ഈശോ സ്വീകരിക്കുക. അപ്പം മനുഷ്യത്വമുള്ളവരും മനസാക്ഷിയുള്ളവരുമായിട്ട് കർത്താവിന് വേണ്ടി ഇവിടെ ജീവിക്കുവാൻ അവിടുന്ന് ഈ അന്ത്യവിധി പ്രസ്താവത്തിലൂടെ പ്രഖ്യാപിക്കുകയാണ്. അല്ലാതെ നമ്മൾ ചെയ്തു കൂട്ടിയ നന്മകളൊന്നും ഈശോ അവിടെ വിവരിക്കുന്നില്ല. നിങ്ങളുടെ മുന്നിലെത്തിയ ഒരു സാധാരണക്കാരന് അവനെന്താ ആ സമയത്ത് ആവശ്യപ്പെട്ടുവോ അത് കൊടുക്കുവാൻ നിങ്ങൾ തയ്യാറായിരുന്നോ, തയ്യാറല്ലായിരുന്നോ? ഈ അടിസ്ഥാനത്തിലാണ് ഈശോ വിധി പ്രസ്താവിക്കുക. ചെയ്തു കൊടുത്തു, ചെയ്തു കൊടുത്തില്ല, യെസ് ഓർ നോ, അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പം നമുക്കും ഇന്ന് കർത്താവിൻ്റെ രാജ്യത്തിരുന്നാൾ ആഘോഷിക്കുമ്പോൾ ഈശോ ഒരിക്കലും രാജാവായിരുന്നില്ല. ഈശോയുടെ രാജ്യം മനുഷ്യ മനസ്സിലും മനസാക്ഷിയിലും ഒക്കെയാണ്. സ്നേഹത്തിൻ്റെ രാജ്യമാണ് ഈശോ സ്ഥാപിക്കുക. ഇപ്പോൾ പീലാത്തോസ് ചോദിക്കുമ്പോഴും ഈശോ പറയുന്നുണ്ട്, എൻ്റെ രാജ്യം ഇവിടെയല്ല എന്ന് പറയുന്നു. ഇപ്പോൾ ഇവിടെ ആയിരുന്നെങ്കിൽ എൻ്റെ പടയാളികൾ എന്നെ സംരക്ഷിക്കുവാൻ വേണ്ടി അവർ എൻ്റെ ചുറ്റും വലയം തീർക്കുമായിരുന്നു എന്ന് ഈശോ പറയുന്നു. ഇപ്പോൾ ഇവിടെയല്ല എന്ന് ഈശോ പ്രസ്താവിക്കുകയാണ്. ഇപ്പം നമ്മുടെ ആരാധനാക്രമത്തിൻ്റെ ഒരു ഭാഗം കൂടി ഇന്ന് 34-ാമത്തെ ആഴ്ചയോടുകൂടി ഇന്ന് സമാപിക്കുന്നു. നമ്മൾ അടുത്ത ആഴ്ചയിൽ ആഗമന കാലത്തിലേക്ക് നമ്മൾ പ്രവേശിക്കും. ഈശോയുടെ മനുഷ്യത്വ സ്വീകരണത്തിൻ്റെ ഭാഗം നമ്മൾ ആഗമനകാലത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ 34-ാമത്തെ ആഴ്ച ഇന്ന് സമാപിക്കുമ്പോൾ അത് ക്രിസ്തുനാഥൻ്റെ തിരുനാളോടുകൂടിയാണ് നമ്മുടെ ആരാധനാക്രമം സമാപിക്കുന്നത്. അപ്പം നമ്മൾ ഇപ്പോൾ ഒരു രാജ്യത്തു നിന്ന് വേറൊരു രാജ്യത്തിലേക്ക് നമ്മൾ പോകണമെങ്കിൽ നമുക്ക് ആ രാജ്യത്തിൻ്റെ വിസ വേണം. അപ്പം നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ നമുക്ക് പാസ്പോർട്ടും വേണം. പാസ്പോർട്ടും വിസയുമാണ് നമ്മൾ അത്യാവശ്യം. നമ്മൾ ഇവിടുത്തെ കാര്യമാണെന്നുള്ളതാണ് പാസ്പോർട്ട്. അപ്പം നമ്മൾ അവിടത്തേക്ക് ചെല്ലുന്നതാണ് വിസ. അപ്പോൾ സ്വർഗത്തിലേക്കുള്ള പാസ്പോർട്ട് നമ്മളെല്ലാവരും ജ്ഞാനസ്നാനത്തിലൂടെ അടിച്ച് കയ്യിൽ വാങ്ങിച്ചിട്ടുണ്ട്. ഇനി വിസ അവിടെ നിന്നാണ് വരേണ്ടത്. അപ്പോൾ വിസ ലഭിക്കുവാനായിട്ട് നമ്മൾ
പാസ്പോർട്ടുണ്ട്, വിസ ലഭിച്ചാലേ പോകാനൊക്കെ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വിസ അവിടെ നിന്ന് അടിച്ചുവിടുക. അപ്പോൾ നമ്മൾ എത്ര പേർക്കാണ് ഈ വിസ ലഭിക്കുവാൻ നമുക്ക് അർഹതയുള്ളത് എന്ന് നമുക്ക് ജീവിതത്തെ ആത്മശോധന ചെയ്യാം, അല്ലേ? കർത്താവ് എന്ന് സ്റ്റാമ്പ് അടിച്ചു തരാൻ, അല്ലേ? അപ്പോൾ നമ്മൾ പാസ്പോർട്ടൊക്കെ ആയിട്ട് നമ്മൾ ക്യൂ നിൽക്കുകയാണ്. എന്നാണ്, അല്ലേ? കോവിഡ് കാലത്ത് ഒത്തിരി പേർക്ക് സ്റ്റാമ്പ് അടിച്ച് അവരെല്ലാം കൊണ്ടുപോയി, അല്ലേ? നമുക്ക് അധികം പേർക്ക് വന്നില്ല. അപ്പോൾ നമ്മൾ രക്ഷപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ആ മരിച്ചവരെക്കാൾ കൂടുതലായി ദൈവം നമ്മളെ പരിപാലിക്കുന്നു എന്നുള്ള വിശ്വാസമാണ് നമ്മളെ ശക്തമായിട്ട് ഈ ബലിയർപ്പണത്തിലേക്ക് വിളിച്ചിരിക്കുക. അപ്പോൾ അവരെക്കാൾ അധികമായി എന്നെയും എൻ്റെ കുടുംബത്തെയും ദൈവം സ്നേഹിച്ചു കൊണ്ടിരിക്കുന്നു. അതാണ് നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അടിത്തറ. ദൈവത്തിൻ്റെ സ്നേഹം കൂടുതലായി അനുഭവിച്ചുകൊണ്ട് കർത്താവിന് വേണ്ടി ജീവിക്കുവാനുള്ള കൃപ തരണമേ എന്ന് നമുക്ക് എളിമയോടുകൂടി ബലിയിൽ അപേക്ഷിക്കാം. ഈ ദുപരിക സമരക്കത്തോടുകൂടി കൊണ്ടാടുവാൻ നമ്മുടെ പാപങ്ങൾ ഓർത്ത് മനസ്സ് വെച്ചിട്ട് പറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു, എന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളോർക്ക് ശാന്തിയുമേ. നന്ദി ചൊല്ലുന്നിവർ താഴ്മയാ, ദൈവമേ കർത്താവാമങ്ങയെ വാഴ്ത്തുന്നു സ്വർലോകരാജനേ. സർവൈകശക്തനാം ദൈവമേ, താതനാമങ്ങയെ വാഴ്ത്തുന്നു. ഏകാത്മജാദേവ സൂര്യവേ, കർത്താവാം ശ്രീയേശു ക്രിസ്തുവേ. ദൈവമേ കർത്താവാമങ്ങയെ വാഴ്ത്തുന്നു ദൈവത്തിൻ കുഞ്ഞാടേ, താതനാം ദൈവത്തിൻ സൂനുവേ, അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു.
പാർശ്വത്തിൽ നേർവലം ഭാഗത്തിരുന്നിടും ഞങ്ങൾ തൻ രക്ഷകനേശുവേ, കാരുണ്യം തൂകണേ ഞങ്ങളിൽ. സ്വരൂപൻ പിതാവ് തൻ നിത്യമഹിമാവിൻ തേജസ്സിൽ പാവനാത്മാവോതൻ ഐക്യത്തിൽ വാഴുന്ന ക്രിസ്തുവായേശുവേ, അങ്ങു മാത്രം പരിപാവനൻ, അങ്ങു താരേകനാം നാഥനും, അങ്ങു മാത്രം പരമോന്നതൻ, ത്രിത്വൈക ദൈവമഹത്വത്തിൽ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവമേ, സർവലോകത്തിൻ്റെയും രാജനായ അങ്ങേ പ്രിയപുത്രനിൽ സമസ്തവും ക്രമവൽക്കരിക്കുവാൻ അങ്ങ് തിരുമനസ്സായല്ലോ. അടിമത്തത്തിൽ നിന്ന് മോചനം നേടി സകല സൃഷ്ടിജാലങ്ങളും അങ്ങേ മഹിമാവിന് നിരന്തരം ശുശ്രൂഷ ചെയ്യുവാനും അനവരതം അങ്ങയെ വാഴ്ത്തി പുകഴ്ത്തുവാനും കാരുണ്യപൂർവം അനുഗ്രഹിക്കണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഇതാ ഞാൻ തന്നെ എൻ്റെ ആടുകളെ അന്വേഷിച്ച് കണ്ടുപിടിക്കും. ആടുകൾ ചിതറിപ്പോയാൽ ഇടയൻ അവയെ അന്വേഷിച്ചിറങ്ങും. അതുപോലെ ഞാൻ എൻ്റെ ആടുകളെ അന്വേഷിക്കും. കാറ് നിറഞ്ഞ് അന്ധകാരപൂർണമായ ആ ദിവസം ചിതറിപ്പോയ ഇടങ്ങളിൽ നിന്ന് ചിതറിപ്പോയ ഇടങ്ങളിൽ നിന്നെല്ലാം ഞാൻ അവയെ വീണ്ടെടുക്കും. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ തന്നെ എൻ്റെ ആടുകളെ മേയ്ക്കും. ഞാൻ അവയ്ക്ക് വിശ്രമസ്ഥലം നൽകും. നഷ്ടപ്പെട്ടതിനെ ഞാൻ അന്വേഷിക്കും. വഴിതെറ്റിപ്പോയതിനെ ഞാൻ തിരികെ കൊണ്ടുവരും. മുറിവേറ്റതിനെ ഞാൻ വച്ചുകെട്ടും. ബലഹീനമായതിനെ ഞാൻ ശക്തിപ്പെടുത്തും. കൊഴുത്തതിനെയും ശക്തിയുള്ളതിനെയും ഞാൻ സംരക്ഷിക്കും. നീതിപൂർവം ഞാൻ അവയെ പോറ്റും. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, എൻ്റെ അജഗണമേ, ഞാൻ ആടിനും മധ്യേ മുട്ടാടിനും കോലാട്ടിൻമുട്ടനും മധ്യേ വിധി നടത്തും. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. പച്ചയായ പുൽത്തകടിയിൽ അവിടുന്ന് എനിക്ക് വിശ്രമം അരുളുന്നു. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു. അവിടുന്ന് എനിക്ക് ഉന്മേഷം നൽകുന്നു. തൻ്റെ നാമത്തെ പ്രതി നീതിയുടെ പാതയിൽ എന്നെ നയിക്കുന്നു. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. എൻ്റെ ശത്രുക്കളുടെ മുമ്പിൽ അവിടുന്ന് എനിക്ക് വിരുന്നൊരുക്കുന്നു. എൻ്റെ ശിരസ് തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എൻ്റെ പാനപാത്രം കവിഞ്ഞൊഴുകുന്നു. അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കും. കർത്താവിൻ്റെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. രണ്ടാം വായന.
വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ നിന്ന്. സഹോദരരെ, നിദ്ര പ്രാപിച്ച എല്ലാവരുടെയും ആദ്യഫലമായി ക്രിസ്തു മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടു. ഒരു മനുഷ്യൻ വഴി മരണം ഉണ്ടായതുപോലെ ഒരു മനുഷ്യൻ വഴി പുനരുത്ഥാനവും ഉണ്ടായി. ആദ്യത്തിൽ എല്ലാവരും മരണാധീനരാകുകയും ക്രിസ്തുവിൽ എല്ലാവരും പുനർജീവിക്കും. എന്നാൽ ഓരോരുത്തരും തന്താങ്ങളുടെ ക്രമം അനുസരിച്ചായിരിക്കും. ആദ്യഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിൻ്റെ ആഗമനത്തിൽ അവനുള്ളവരും. അവൻ എല്ലാ ഭരണവും അധികാരവും ശക്തിയും നിർമാർജനം ചെയ്ത് രാജ്യം പിതാവായ ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ എല്ലാറ്റിൻ്റെയും അവസാനമാകും. എന്തെന്നാൽ സകല ശത്രുക്കളെയും തൻ്റെ പാദസേവകരാക്കുന്നതുവരെ അവിടുന്ന് വാഴേണ്ടിയിരിക്കുന്നു. മരണമെന്ന അവസാന ശത്രുവും നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. സമസ്തവും അവിടത്തേക്ക് അധീനമായി കഴിയുമ്പോൾ സമസ്തവും തനിക്ക് അധീനമാക്കിയവന് പുത്രൻ തന്നെയും അധീനനാകും. ഇത് ദൈവം എല്ലാവർക്കും എല്ലാമാകേണ്ടതിന് തന്നെ. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ. നമ്മുടെ പിതാവായ ദാവീദിന്റെ ആസന്നമായ രാജ്യം അനുഗ്രഹീതം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. മത്തായി എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങേക്ക് മഹത്വം. മഹത്വം. അക്കാലത്ത് യേശു തന്റെ ശിഷ്യന്മാരോട് അരുളി ചെയ്തു, മനുഷ്യപുത്രൻ എല്ലാ ദൂതന്മാരോടും കൂടെ മഹത്വത്തിൽ എഴുന്നള്ളുമ്പോൾ അവൻ തന്റെ മഹിമയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകും. അവന്റെ മുമ്പിൽ എല്ലാ ജനതകളും ഒരുമിച്ച് കൂട്ടപ്പെടും. ഇടയൻ ചെമ്മരിയാടുകളെ കോലാടുകളിൽ നിന്ന് വേർതിരിക്കുന്നത് പോലെ അവൻ അവരെ തമ്മിൽ വേർതിരിക്കും. അവൻ ചെമ്മരിയാടുകളെ തന്റെ വലത്തുവശത്തും കോലാടുകളെ ഇടത്തുവശത്തും നിർത്തും. അനന്തരം രാജാവ് തന്റെ വലത്തുഭാഗത്തുള്ളവരോട് അരുളി ചെയ്യും, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, വരുവിൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന രാജ്യം അവകാശപ്പെടുത്തുവൻ. എന്തെന്നാൽ എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിക്കുവാൻ തന്നു. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിക്കാൻ തന്നു. ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ സ്വീകരിച്ചു. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. ഞാൻ കാരാഗൃഹത്തിലായിരുന്നു, നിങ്ങൾ എൻ്റെ അടുത്ത് വന്നു. അപ്പോൾ നീതിമാന്മാർ ഇങ്ങനെ മറുപടി പറയും, കർത്താവേ, നിന്നെ വിശക്കുന്നവനായി കണ്ട് ഞങ്ങൾ ആഹാരം നൽകിയതും ദാഹിക്കുന്നവനായി കണ്ട് കുടിക്കാൻ നൽകിയതും എപ്പോൾ? നിന്നെ പരദേശിയായി കണ്ട് സ്വീകരിച്ചതും നഗ്നനായി കണ്ട് ഉടുപ്പിച്ചതും എപ്പോൾ? നിന്നെ ഞങ്ങൾ രോഗാവസ്ഥയിലോ കാരാഗൃഹത്തിലോ കണ്ട് സന്ദർശിച്ചതെപ്പോൾ? രാജാവ് മറുപടി പറയും, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ ഏറ്റവും എളിയ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങളിത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്. അനന്തരം അവൻ തൻ്റെ ഇടതുഭാഗത്തുള്ളവരോട് പറയും, ശപിക്കപ്പെട്ടവരെ, എന്നിൽ നിന്ന് അകന്ന് പിശാചിനും അവൻ്റെ ദൂതന്മാർക്കുമായി സജ്ജമാക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവൻ. എനിക്ക് വിശന്നു, നിങ്ങൾ ആഹാരം തന്നില്ല. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിക്കാൻ തന്നില്ല. ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ സ്വീകരിച്ചില്ല. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചില്ല. രോഗാവസ്ഥയിലും കാരാഗൃഹത്തിലുമായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചില്ല. അപ്പോൾ അവരും ചോദിക്കും, കർത്താവേ, ഞങ്ങൾ നിന്നെ വിശക്കുന്നവനോ ദാഹിക്കുന്നവനോ പരദേശിയോ നഗ്നനോ രോഗിയോ കാരാഗൃഹത്തിൽ കഴിയുന്നവനോ ആയി കണ്ടതും നിനക്ക് ശുശ്രൂഷ ചെയ്യാതിരുന്നതും എപ്പോൾ? അവൻ മറുപടി പറയും, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു,
ഈ ഏറ്റവും എളിയവരിൽ ഒരുവന് നിങ്ങളിത് ചെയ്യാതിരുന്നപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്യാതിരുന്നത്. ഇവർ നിത്യശിക്ഷയിലേക്കും നീതിമാന്മാർ നിത്യജീവനിലേക്കും പ്രവേശിക്കും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. തിരുവചനം നമ്മുടെ പാപങ്ങൾ മായ്ച്ചു കളയട്ടെ. ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. സ്വർഗത്തിന്റെയും ഭൂമിയുടെയും ദൃശ്യവും അദൃശ്യമായ എല്ലാറ്റിന്റെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏക കർത്താവും ജാതനായ ഏക ദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്കും മുൻപ് പിതാവിൽ നിന്ന് ജനിച്ചവനുമായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിനുള്ള ദൈവവും പ്രകാശത്തിനുള്ള പ്രകാശവും സത്യദൈവത്തിനുള്ള സത്യദൈവവും ജനിച്ചവനെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായി സത്യലേഖനമായ അവിടുന്ന് വഴി സകലവും സൃഷ്ടിക്കപ്പെട്ടു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവാൽ കന്യകമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്നു. പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ടു. വിശുദ്ധ അനുസരിച്ച് മൂന്നാം ദിവസം ഉയർത്തുകയും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിന്റെ വലത്ത് ഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയുമില്ല. കർത്താവും ജീവദാതാവും പിതാവിൽ നിന്ന് പുത്രനിൽ നിന്ന് പുറപ്പെടുന്നവനും പിതാവിനോട് പുത്രനോടൊപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാരോട് സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പസ്തോലികവുമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏക ജ്ഞാനസ്നാനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചവരുടെ ഉയർപ്പും ജീവനവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. കർത്താവിന്റെ തിരുനാമത്തിൽ ഒരുമിച്ച് കൂടി നമുക്ക് അവിടെ നൽകിയിട്ടുള്ള നിരവധിയായ നന്മകൾ ഒരിക്കൽ കൂടി അനുസ്മരിച്ച് നമുക്ക് അവിടുത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ പരിശുദ്ധ പിതാവായ ഫ്രാൻസിസ് മാർപ്പാപ്പയും നമ്മുടെ രൂപതാധ്യക്ഷനും എല്ലാ വൈദികർക്കും അവരുടെ സേവനത്തിന് ഫലമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന എല്ലാ വിഭാഗം ജനങ്ങൾക്ക് വേണ്ടിയും കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ രാഷ്ട്രത്തിന്റെ ഭരണാധികാരികൾക്കും അവരുടെ സഹപ്രവർത്തകർക്കും സമൂഹ നന്മയ്ക്കായി പ്രത്യേകിച്ച് ആരോഗ്യ വിഭാഗത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും സുരക്ഷിതത്വവും ശക്തിയും രോഗി ശുശ്രൂഷയ്ക്കുള്ള തീക്ഷ്ണതയുമെല്ലാം കൊടുക്കണമെന്ന് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രാർത്ഥന കരയിലും കടലിലും ആകാശത്തിലും യാത്ര ചെയ്യുന്നവർക്കും ജോലി ചെയ്യുന്നവർക്കും തടവുകാർക്കും കാരാഗൃഹത്തിൽ വിചാരണയില്ലാതെ അടയ്ക്കപ്പെട്ടിരിക്കുന്നവരുടെ മോചനത്തിന് വേണ്ടി കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ദൈവത്തോടുള്ള ഭയഭക്തിയാലും വിശ്വാസത്താലും സ്നേഹത്താലും പരിപാവനമായ ആലയത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന നമുക്ക് എല്ലാവർക്കും വേണ്ടി കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങൾ, നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്ന രോഗികളായിട്ടുള്ളവർ, ആരുപോലും ശുശ്രൂഷ ചെയ്യാൻ ലഭിക്കാനില്ലാതെ കിടക്കുന്നവർ, ബലിയിൽ പങ്കെടുക്കുവാൻ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ പ്രായാധിക്യം കൊണ്ട് മനസ്സുകൊണ്ട് വരാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിയമത്തിൻ്റെ പിൻബലത്തിൽ വരാൻ സാധിക്കാതിരിക്കുന്നവരെയും നമുക്ക് പ്രത്യേകമായിട്ട് ബലിയിൽ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. കർത്താവ് യാചിക്കുന്ന സഭയുടെ പ്രാർത്ഥനകൾ അങ്ങേ സന്നിധിയിൽ പ്രീതികരമായി ഭവിക്കട്ടെ. അങ്ങനെ ഞങ്ങളുടെ യോഗ്യതകളാൽ യാചിക്കുവാൻ ധൈര്യപ്പെടാത്തത് അങ്ങേ കാരുണ്യത്താൽ അങ്ങ് ഞങ്ങൾക്ക് നൽകുമാറാകണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുരുളണമേ. ജീവിതം കാഴ്ചയായിക ഈ ബലിവേദിക്കു മുൻപിൽ വന്നണഞ്ഞി
മലയിൽ പൂർവപിതാവാം അബ്രാമേകിയ കാഴ്ച പോലെ എൻ ജീവനും സർവസ്വവും കാഴ്ചയായേകുന്നു ഈ വേദിയിൽ. ജീവനും സർവസ്വവും കാഴ്ചയായേകുന്നു ഈ വേദിയിൽ. ആവാ പിതാവേ, ആവാ പിതാവേ, പൂർണ്ണമായി എന്നെ സ്വീകരിക്കൂ. ആവാ പിതാവേ, ആവാ പിതാവേ, പൂർണ്ണമായി എന്നെ സ്വീകരിക്കൂ. ജീവിതം കാഴ്ചയായേകാൻ ഈ ബലിവേദിക്കു മുൻപിൽ വന്നടഞ്ഞിടുന്നു ഞാനെൻ പിതാവേ, പൂർണ്ണമായി എന്നെ നിനക്കേകുവാൻ. സഹോദരന് നമ്മുടെ ഈ ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുമെന്ന്. കർത്താവിന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങയുടെ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, മാനവവംശത്തെ അങ്ങയോട് രമ്യതപ്പെടുത്തുന്ന ഈ ബലി അങ്ങേക്ക് അർപ്പിച്ച് ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. അങ്ങേ പുത്രൻ തന്നെ സകല ജനതകൾക്കും ഐക്യത്തിന്റെയും സമാധാനത്തിന്റെയും ദാനങ്ങൾ നൽകുമാറാകട്ടെ. എന്നൊന്നും ജീവിച്ചു വാഴുന്ന അങ്ങ് ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടിരുളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ ഹൃദയങ്ങൾ വിവരിച്ചവൻ നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അങ്ങേ ജാതനായ ഏകപുത്രനെ, ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിനെ നിത്യപുരോഹിതനും സർവലോകത്തിൻ്റെയും രാജാവുമായി ആനന്ദ തൈലം കൊണ്ട് അങ്ങ് അഭിഷേകിച്ചുവല്ലോ. അങ്ങനെ അവിടുന്ന് തന്നെ കുരിശിന്റെ അൾത്താരയിൽ നിർമ്മലവും സമാധാനദായകവുമായ ബലിയായി അർപ്പിച്ചുകൊണ്ട് മാനവ പരിത്രാണത്തിന്റെ രഹസ്യങ്ങൾ പൂർത്തീകരിക്കുകയും സർവ സൃഷ്ടിജാലങ്ങളെയും തൻ്റെ അധികാരത്തിന് കീഴിലാക്കി അങ്ങേ മഹാമഹിമയ്ക്കായി സത്യത്തിൻ്റെയും ജീവന്റെയും രാജ്യം, പരിശുദ്ധിയുടെയും കൃപയുടെയും രാജ്യം, നീതിയുടെയും സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും രാജ്യം പ്രദാനം ചെയ്യുകയും ചെയ്തു. ആകയാൽ ദൂതന്മാർ, മുഖ്യദൂതന്മാർ, ഭദ്രാസനന്മാർ, അധീശന്മാർ തുടങ്ങിയ എല്ലാ സ്വർഗീയ വൃന്ദങ്ങളോടും ചേർന്ന് അങ്ങയുടെ മഹത്വം പ്രകീർത്തിച്ച് ഞങ്ങൾ അഭിരാമം ആലപിക്കുന്നു. പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ണ
ഉന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമായി. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. അങ്ങ് സൃഷ്ടിച്ച സർവചരാചരങ്ങളും സമചിതമായി അങ്ങയെ വാഴ്ത്തുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലും പ്രവർത്തനത്താലും അങ്ങ് പ്രപഞ്ചം ഉജ്ജീവിപ്പിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യുന്നു. സൂര്യോദയം മുതൽ അസ്തമയം വരെ നിർമ്മലമായൊരു ബലി അങ്ങേ നാമത്തിന് അർപ്പിക്കപ്പെടേണ്ടതിന് ഒരു ജനത്തെ ഒരുമിച്ച് കൂട്ടുന്നതിൽ നിന്ന് അങ്ങ് വിരമിക്കുന്നില്ല. അതുകൊണ്ട് കർത്താവെ, താഴ്മയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. വിശുദ്ധീകരിക്കുവാനായി അങ്ങേക്ക് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ തിരുമുൽ കാഴ്ചകൾ അതേ ആത്മാവാൽ പവിത്രമാക്കാൻ കഴിയണമേ. അങ്ങനെ ഇവ അങ്ങേ ദിവ്യപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുത്തെ കൽപ്പന അനുസരിച്ച് ഈ ദിവ്യരഹസ്യങ്ങൾ ഞങ്ങൾ ആഘോഷിക്കുന്നു. എന്തെന്നാൽ അവിടുന്ന് ഒറ്റക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. ഞങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നത് വരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അതിനാൽ കർത്താവേ, അങ്ങേ പുത്രന്റെ രക്ഷാകരമായ പീഡാസഹനവും മഹനീയമായ ഉയിർപ്പും സ്വർഗാരോഹണവും ഓർത്തുകൊണ്ടും അവിടുത്തെ പ്രത്യാഗമനം പ്രതീക്ഷിച്ചുകൊണ്ടും ജീവനായകവും പരിപാവനവുമായ ഈ ബലി കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു. അങ്ങേ സഭയുടെ ഈ ബലി തൃക്കൺ പാർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ബലിയിൽ പ്രസാദിക്കുവാൻ അങ്ങ് ആഗ്രഹിച്ച ബലിവസ്തു അംഗീകരിച്ച് അങ്ങേ തിരുക്കുമാരൻ്റെ ശരീരരക്തങ്ങളാൽ പരിഭൂഷിതരായും അവിടുത്തെ പരിശുദ്ധാത്മാവാൽ പരിപൂരിതരായും ഞങ്ങൾ ക്രിസ്തുവിൽ ഒരു ശരീരവും ഒരാത്മാവുമായി തീരാൻ അനുഗ്രഹിക്കണമേ. അവിടുന്ന് ഞങ്ങളെ അങ്ങേക്കുള്ള നിത്യമായൊരു കാണിക്കയായി തീർക്കുമാറാകട്ടെ. അങ്ങനെ അങ്ങേ തിരഞ്ഞെടുക്കപ്പെട്ടവരോടുത്ത് അവകാശം ഞങ്ങൾക്കും ലഭിക്കുവാനിടയാക്കണമേ. വിശിഷ്യ ദൈവമാതാവായ ഏറ്റവും പരിശുദ്ധ കന്യകമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യയുടെ യോസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും മഹിമയേറിയ രക്തസാക്ഷികളോടും മറ്റെല്ലാ വിശുദ്ധരോടുമൊത്ത് അങ്ങേ സന്നിധിയിലുള്ള ഇവരുടെ നിരന്തര മധ്യസ്ഥത്താൽ സഹായം കൈവരുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ അനുരഞ്ജനത്തിൻ്റെ ഈ ബലി സർവ്വലോകത്തിൻ്റെയും ശാന്തിയും രക്ഷയും പരിപോഷിപ്പിക്കുവാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങേ ദാസനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ ജെയിംസ് മെത്രാനോടും
മെത്രാൻ പദവിയിലുള്ളവരോടും വൈദിക ഗണത്തോടും അങ്ങ് നേടിയെടുത്ത സകല ജനങ്ങളോടുമൊത്ത് ഈ ഭൂമിയിൽ തീർത്ഥാടനം ചെയ്യുന്ന അങ്ങേ സഭയെ വിശ്വാസത്തിലും സ്നേഹത്തിലും ഉറപ്പിക്കണമേ. അങ്ങേ തിരുമുൻപിൽ നിൽക്കുവാൻ അങ്ങ് തിരുവുള്ളമായ ഈ കുടുംബത്തിൻ്റെ അപേക്ഷകൾ ദയാപൂർവം കേട്ടിരുള്ളണമേ. കാരുണ്യവാനായ പിതാവെ, എല്ലായിടത്തും ചിതറിക്കിടക്കുന്ന അങ്ങേ എല്ലാ മക്കളെയും അങ്ങിലേക്ക് ദയാപൂർവം ഒന്നിപ്പിക്കണമേ. ഞങ്ങളുടെ മൃതിയടഞ്ഞ സഹോദരരെയും അങ്ങയെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് ഈ ലോകത്തിൽ നിന്ന് കടന്നുപോയ എല്ലാവരെയും അങ്ങേ രാജ്യത്തിൽ ദയാപൂർവം പ്രവേശിപ്പിക്കണമേ. അവിടെ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങളായിരിക്കുന്നതോടൊപ്പം അങ്ങേ മഹത്വത്താൽ നിത്യമായി സംതൃപ്തരാക്കപ്പെടുമെന്നും ഞങ്ങൾ പ്രത്യാശിക്കുന്നു. എന്നാൽ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴിയാണല്ലോ സകല നന്മകളും അങ്ങ് ലോകത്തിൻ്റെ മേൽ വർഷിക്കുന്നത്. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് സ്വർഗസ്വനായ പിതാവിനോട് പ്രാർത്ഥിക്കാം. വാഴും ഞങ്ങൾ തൻ താതാ, നിൻ നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം സ്വർഗ്ഗത്തിലെ പോൽ നിന്നുള്ള മാറിയുമായിടേണം. അന്നോ വേണ്ടുന്നോരാഹാരമിന്ന് ഞങ്ങൾക്കു നൽകുമാറായിടേണം. അന്യതൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തൻ ദ്രോഹവും നീ ക്ഷമിക്കാം. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നോ നീ കാത്തിടേണം. കർത്താവെ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ജനങ്ങളിൽ സമാധാനം കനിവാരം നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിലും നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തീർക്കാൻ പാർത്ത് അങ്ങേ തിരുവള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കനിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടിരുള്ളണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ആത്മാവോടും കൂടെ നമുക്ക് പരസ്പരം സമാധാനം ആശംസിക്കാം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ
ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവൻ. ദിവ്യ കുഞ്ഞാടിന്റെ വിരുന്നനായി ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. അവിടുന്ന് ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യുഗനല്ല. മാത്രം മതി എന്റെ ആത്മാവ് സുഖം പ്രാപിക്കാൻ. കർത്താവിന്റെ തിരുശരീരവും തിരുരക്തവും നമ്മെ നിത്യജീവിതത്തിനായി സംരക്ഷിക്കട്ടെ. നാഥനേ, ഉലകിൻ ആദിയേ, ഇരുളിൻ വീതിയിൽ തിരിയായി നീ വരൂ. ഉയിരിൻ നാഥനേ, ഉലകിൻ ആദിയേ, ഇരുളിൻ വീതിയിൽ തിരിയായി നീ വരൂ. ആരംഭമെന്നും അഴലാഴങ്ങൾ നീന്താൻ നീ എന്ന നാമം ഉരുളേ. എന്റെ മുൾപാതയിൽ മുൾപൂനി തൂവിടുന്നു. എന്റെ കണ്ണീർ കണം തൂവാല പോൽ വായിക്കുന്നു നീ. ഉയിരിൻ നാഥനേ, ഉലകിൻ ആദിയേ, ഇരുളിൻ വീതിയിൽ തിരിയായി നീ വരൂ. ഞാനെന്നൊരീ ജന്മം നീ തന്ന സമ്മാനം ആനന്ദമാ ഉറവേ. ആരാധിക്കും നിന്നിൽ ചേരേണ്ടവർ ഞങ്ങൾ. ഓരോ ദിനം കാറ്റിന്റെ കാലൊച്ച കേൾക്കുമ്പോഴും നീ വന്ന പോലുള്ളിൽ തോന്നുന്നില്ല. നെഞ്ചു നീടുമ്പോഴും നിന്റെ താളമായി നീ. ആരംഭമെന്നും അഴലാഴങ്ങൾ നീന്താൻ നീ എന്ന നാമം ഉരുളേ. നിന്റെ മുൾപാതയിൽ മുൾപൂനി തൂവിടുന്നു. എന്റെ കണ്ണീർ കണം തൂവാല പോൽ വായിക്കുന്നു നീ. ഉയിരിൻ നാഥനേ, ഉലകിൻ ആദിയേ, ഇരുളിൻ വീതിയിൽ തിരിയായി നീ വരൂ. ആലംബമെന്നും അഴലാഴങ്ങൾ നീന്താൻ നീ എന്ന നാമം ഉരുളേ. എന്റെ മുൾപാതയിൽ മുൾപൂനി തൂവിടുന്നു. എന്റെ കണ്ണീർ കണം തൂവാല പോൽ വായിക്കുന്നു നീ. ഉയിരിൻ നാഥനേ, ഉലകിൻ ആദിയേ, ഇരുളിൻ
നമ്മൾ ഒക്ടോബർ മാസത്തിൽ മാതാവിനെ ധരിപ്പിച്ച സാരികൾ നമ്മൾ പഥ്യയോടുകൂടി ഞങ്ങൾ മുൻ വർഷങ്ങളിൽ വാങ്ങിച്ചു കൊണ്ടുപോകാറുണ്ട്. നമ്മൾ ഈ വർഷം അധികം സാരികൾ സ്പോൺസർ ചെയ്തിട്ടില്ലായിരുന്നു. നമ്മൾ ലഘുവായ രീതിയിലാണ് നമ്മൾ ജപമാല നടത്തിയിട്ടുള്ളത്. അപ്പോൾ കുറച്ച് സാരികൾ മാതാവിനെ ധരിപ്പിച്ച സാരികൾ അത് ഏറ്റവും കുറഞ്ഞ വില നിശ്ചയിച്ച് പള്ളിയുടെ പ്രധാന വാതിൽക്കൽ വച്ചിട്ടുണ്ട്. അത് ആഗ്രഹിക്കുന്നവർക്ക് പണം കൊടുത്ത് കൊണ്ടുപോകാവുന്നതാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അമർത്യതയുടെ ഭോജനം സ്വീകരിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സർവ്വലോകത്തിൻ്റെയും രാജാവായ ക്രിസ്തുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നതിൽ അഭിമാനം കൊണ്ട് അവിടുത്തോടുകൂടെ സ്വർഗരാജ്യത്തിൽ നിത്യമായി ജീവിക്കുവാൻ ഞങ്ങൾ പ്രാപ്തരാകുമാറാകട്ടെ. എന്നെന്നും ജീവിച്ചു വാഴുന്ന ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടിരുളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ, സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ സമാധാനത്തിൽ പോവുക. ദിവ്യബലി സമാപിച്ചു. ദൈവത്തിന് നന്ദി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇത്രയും ദയുള്ള മാതാവേ, നിന്റെ സന്നിധിയിലൂടെ വന്ന് നിന്റെ സഹായം തേടി നിന്റെ മാധ്യസ്ഥം അപേക്ഷിച്ചവരെ ആരെയും നീ ഉപേക്ഷിതായി ലോകത്തിൽ കേൾക്കപ്പെട്ടില്ല എന്ന് നീ ഓർക്കണമേ. കന്യകളുടെ രാജ്ഞിയായ മറിയമേ, ദൈവ മാതാവേ, വിശ്വാസത്തിൽ പാദങ്ങളിൽ ഞാൻ അണയുന്നു. വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട ഞാൻ നിന്റെ യാഗത്തെ കാത്തുകൊണ്ട് അങ്ങേ സന്നിധിയിൽ നിൽക്കുന്നു. അവതരിച്ച വചനത്തിൽ മാതാവേ, എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടല്ലണമേ. ആമേൻ. സമാധാനത്തിന്റെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സമാധാനത്തിന്റെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സമാധാനത്തിന്റെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങളുടെ സ്വർഗീയ മനുഷ്യനായ വിശുദ്ധ വിശുദ്ധ പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. എന്റെ അമ്മേ, എന്റെ ഈശോയുടെ അമ്മേ, അമ്മേ എന്റെ അമ്മേ, എനിക്ക് ഈശോ തന്നൊരമ്മേ. അമ്മേ എന്റെ അമ്മേ, എന്റെ ഈശോയുടെ അമ്മേ, അമ്മേ എന്റെ അമ്മേ, എനിക്ക് ഈശോ തന്നൊരമ്മേ. ആവേ മരിയ കന്യാമാതാവേ, ആവേ മരിയ കന്യാമാതാവേ, അമ്മേ എന്റെ അമ്മേ, എന്റെ ഈശോയുടെ അമ്മേ, അമ്മേ എന്റെ അമ്മേ, എനിക്ക് ഈശോ തന്നൊരമ്മേ. തലമുറകൾ തോറും പാടും ഭാഗ്യവതിയമ്മ, ജപമണിമാലകളിൽ ഉയരും നന്മ നിറഞ്ഞവളമ്മ. തലമുറകൾ തോറും പാടും ഭാഗ്യവതിയമ്മ, ജപമണിമാലകളിൽ ഉയരും നന്മ നിറഞ്ഞവളമ്മ. പറുദീസയായി അമ്മ ദൈവത്തിനു പാർക്കാൻ, പുണ്യാശ്രമമായി അമ്മ ഈശോയ്ക്കു വളരാൻ. പറുദീസയായി അമ്മ ദൈവത്തിനു പാർക്കാൻ, പുണ്യാശ്രമമായി അമ്മ ഈശോയ്ക്കു വളരാൻ. അമ്മേ എന്റെ അമ്മേ, എന്റെ ഈശോയുടെ അമ്മേ, അമ്മേ എന്റെ അമ്മേ, എനിക്ക് ഈശോ തന്നൊരമ്മേ.